നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പ്രോൺസ് ബിരിയാണി. ഒരുപാട് റിക്വസ്റ്റ് വന്നല്ലോ നമുക്ക്. അതെ പ്രോൺസ് ബിരിയാണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് നമ്മൾ പ്രോൺസ് ബിരിയാണിയാണ് ചെയ്യുന്നത്. നമുക്കിത് ക്ലീൻ ചെയ്ത് നേരെ പരിപാടി തുടങ്ങിയേക്കാം. കറക്റ്റായിട്ട് ഇതെല്ലാം അത്യാവശ്യം കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ബിരിയാണിയുടെ പരിപാടി ഞങ്ങൾ തുടങ്ങാം. അപ്പോൾ പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു കറുത്ത ഒരു ഞരമ്പ് പോലത്തെ ഒരു സാധനം, ഇതെടുത്ത് കളയണം. ഇത് എടുത്ത് കളഞ്ഞാലാണ് കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക ഫുള്ള് ക്ലീൻ ആവുള്ളൂ. കണ്ടോ കറുത്ത ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് എടുത്ത് കളയണം. ഈ പ്രോൺസ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ല അല്ലെങ്കിൽ ഫ്രഷ് സാധനം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഫുഡ് പോയ്സൺ അടിക്കുന്ന സാധനമാണ് പ്രോൺസ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഫുഡാണ്. നിങ്ങൾക്ക് പ്രോൺസ് ക്ലീൻ ചെയ്യാൻ അറിയണം? ഞാൻ പ്രോൺസ് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ക്യാമറ അകത്ത് വെച്ചിട്ടേ ക്ലീൻ ചെയ്ത് പഠിപ്പിക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത്രയും ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തത് അതിൻ്റെ വേസ്റ്റ് നോക്കിയേ, തലയും കാര്യങ്ങളും ഇതാണ് ബാക്കി ഫുള്ള്. ചെമ്മീൻ അങ്ങ് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുന്നതിന് മുമ്പ് കുറച്ച് നാരങ്ങാ നീര് പിഴി അതിലേക്ക്. നാരങ്ങാ നീരും അതേപോലെ കുറച്ച് ഉപ്പൂടെ അങ്ങോട്ട് ഇട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ കേട്ടോ. അതിന് നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട്. ഈ നാരങ്ങ ഉപ്പും ഒഴിച്ചത് കഴുകിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതിലുള്ള എല്ലാ ആ ഒരു എന്താ പറയുക ഒരു വഴുക്കുന്ന ഒരു ഇതില്ലേ അതെല്ലാം പോവും. എന്താണ് അതിനെ പറയുക? ഒരു വഴുവഴുപ്പ്. അത് തന്നെ, അതെല്ലാം പോവും. അപ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നുകൂടെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഒരു 3 പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് കഴുകണത്. അപ്പോൾ ഇനി ഉപ്പ് നാരങ്ങ നീരൊന്നും വേണ്ട. അങ്ങനെ കഴുകി വരാൻ നേരത്ത് ഇത് അധികം അങ്ങോട്ട് പ്രസ് ചെയ്യരുത്. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് എന്താ പറയുക ചളിപുളിന്നാവും സാധനം. അപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് വേണം ആ ബിരിയാണിയിലേക്ക് ഇതാവാം, എന്നാലും ഇതിനകത്ത് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ആദ്യം ഇതിലേക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം നമുക്ക്, ലേശം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ മണ്ടയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് കൊടുക്കാവേ. അപ്പോൾ കുരു ഉണ്ടെങ്കിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ പിടിച്ചേക്കുന്നത്. ഉണ്ടോ, നാരങ്ങ ഒക്കെ പിഴിഞ്ഞങ്ങോട്ട് ഇത് പുരട്ടി വെച്ചിട്ട് വേണം നമുക്ക് ബിരിയാണി മസാല സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ ഇതിങ്ങനെ പുരട്ടി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീനകത്തൊക്കെ കറക്റ്റായിട്ട് ഉപ്പും പുളിയും എല്ലാം പിടിക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ, കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് തപ്പത്തേനും തീയൊക്കെ കത്തിച്ച് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ പ്രോൺസ് അവിടെ നിന്ന് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം, ആ നിലയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം കൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് വേണം അരിയിട്ട് വേവിച്ചെടുക്കാൻ. അപ്പോൾ നല്ലപോലെ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ജാതിക്ക,
കുറച്ച് ഏലക്ക, കുരുമുളക്, അതുപോലെ തക്കോലം ഇതെല്ലാം ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം നാരങ്ങ, അതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സവോള വറുത്തത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ബസ്മതി റൈസാണ് കൂടുതൽ താല്പര്യം, ആ ക്യാമറയുടെ പുറകെ ഇരിക്കുന്നവന് തൊട്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ബസ്മതി റൈസാണ് കൂടുതലും ബിരിയാണിക്ക് ഉപയോഗിക്കാറ്. എല്ലാ റൈസും നല്ലതാണ്, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് മൊത്തത്തിൽ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് എന്തായെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, അടിച്ചു പിടിച്ചോ? ഇല്ല, റൈസൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മുടെ റൈസ് അങ്ങ് വാങ്ങി വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് പ്രോൺസ് മസാല അടിച്ചു തുടങ്ങാം കേട്ടോ. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഇതേപോലെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം ഇതൊക്കെയാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത്. കുറച്ച് പെരിഞ്ചീരവും. അപ്പോൾ നമ്മുടെ ഗ്രാമ്പു ഒക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് പകുതി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് മൊരിച്ചെടുക്കണം. അതിന് മുമ്പ് പകുതി ആകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഈ പ്രോൺസ് കൂടെ ഇനി ഈ സവാളയുടെ കൂടെ കിടന്ന് അങ്ങോട്ട് മൊരിയട്ടെ. നല്ല രീതിയിൽ നമുക്ക് സവാളയുടെ കൂടെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരുടെ കളറൊക്കെ നൈസായിട്ട് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലേശം ഇതിലിട്ട് അങ്ങോട്ട് നമുക്ക് ഒന്ന് ഈ സവാള മൊരിയുന്ന പോലെ തന്നെ പ്രോൺസും ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പ്രോൺസും അതേപോലെ സവാളയൊക്കെ കിടന്ന് നന്നായിട്ട് ഇതിനകത്ത് കണ്ട അടിപൊളിയായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് അരച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് മാറി കേട്ടോ. പുക പൊങ്ങൽ ഫുള്ള് ഫ്ലേവറാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. അങ്ങനെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് മാറുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇതേപോലെ പേസ്റ്റ് അടിച്ചാണ് ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ഞാൻ ഇതെല്ലാം പേസ്റ്റ് അടിച്ചിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇതെടുക്കുമ്പോൾ കണ്ടോ അത് ഫുള്ള് ചെയ്ത് വരുമ്പോഴത്തേന് ഇതിൻ്റെ ആ ഒരു ലുക്കൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ ഫുള്ള്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തപ്പോഴത്തേനും അടിപൊളി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി വേവണം കേട്ടോ ഇതിനകത്ത് കിടന്നിട്ട്. കുറച്ച് നേരം തക്കാളി വേവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എങ്ങനെ ഇതാണ് അന്യായം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ.
അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബിരിയാണിയുടെ മർമ്മപ്രധാനമായിട്ടുള്ള സാധനം ഇടാം. അതായത് മല്ലിയിലയും പുതിനയിലയും പേസ്റ്റ് അടിച്ചതാണ് കേട്ടോ. മല്ലിയിലയും പുതിനയിലയും ഇട്ടില്ലെങ്കിൽ ആ ബിരിയാണിയുടെ സുഖമില്ല അല്ലടാ, ഒരു രുചി അല്ല, ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടില്ല. നമ്മളിപ്പോൾ ഇന്നെല്ലാം പേസ്റ്റ് അടിച്ചാണ് ഇട്ടേക്കുന്നത്, എല്ലാം ഒരുപോലെയല്ല. ഇത് അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയോ. എന്നിട്ട് ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം മതി, വേറെ മസാല ഒന്നും ഇടുന്നില്ല നമ്മൾ. കാരണം ആ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് മാത്രം. കാരണം ഒരുപാട് മസാലയും കാര്യങ്ങളും ഒന്നും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പൊളിയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ഇതിന് നമുക്ക് ദമ്മിടണം. നമ്മുടെ ബിരിയാണി മസാല നമുക്കങ്ങോട്ട് ഇറക്കാം കേട്ടോ. സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിടേണ്ട സമയമായിട്ടോ. നമുക്ക് ഇതിന് പകുതി റൈസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. അപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പ്രോൺസ് മസാല അങ്ങോട്ട് പിടയ്ക്കാം നമുക്ക്. എല്ലായിടത്തും ആവുന്ന രീതിക്ക് വേണം. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ അടുത്ത ലെയറായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കി റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഫുള്ള് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മുന്തിരി വറുത്ത് വെച്ചത് വേണ്ട, അണ്ടിപ്പരിപ്പ് കശുവണ്ടി വറുത്തത് കേട്ടോ. ഇനി കുറച്ച് ഉള്ളി വറുത്തും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടച്ചങ്ങ് ദം ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതൊരു 15-20 മിനിറ്റ് അടുപ്പത്ത് വെച്ച് അങ്ങോട്ട് നല്ല രീതിക്ക് ദം ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കനൽ കോരി ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. അടിയിലൊക്കെ നല്ല കനലാണ്. ഈ കുറച്ച് കനൽ നമുക്ക് അടുപ്പത്തുനിന്ന് നമുക്ക് കോരാം കേട്ടോ. എടാ ക്യാമറ മൈക്കൊക്കെ മാറ്റി പിടിച്ചോ. പിന്നെ എന്നാ ചൂടാണെന്നറിയോ, കൽക്കരി പോലെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു 1/4 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. നല്ല രീതിയിലൊന്ന് ദമ്മായി വരട്ടെ. ഇതിനുള്ള ഫുള്ള് പ്രഷറൊക്കെ കയറി ആ നെയ്യൊക്കെ ഇങ്ങോട്ട് മൊത്തത്തിൽ എല്ലാത്തിലും ആ ഒരു ഫ്ലേവറൊക്കെ വന്ന് അടിപൊളിയാവട്ടെ. ഞാനീ പറയുന്നില്ല, ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ദം എന്തായെന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. സാധനം അവസ്ഥ ചൂടാണ് മൊത്തം. ഓ, അപ്പോൾ നമ്മുടെ ബിരിയാണി അങ്ങോട്ട് ഒന്ന് പൊക്കണം. ഓ, ആവി വറക്കുന്ന ചെമ്മീൻ ബിരിയാണി. ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്തുകൊണ്ട് കഴിച്ചാലോ? പിന്നെ ഇനി അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണിയൊക്കെ നമ്മളിതിങ്ങനെ കളർഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ച് നോക്കണ്ട, നമുക്ക് കഴിച്ച് നോക്കണ്ടെന്നല്ല, തംബ്നെയിൽ എടുക്കാൻ വേണ്ടി നൈസായിട്ട് കഴിച്ചിട്ടാ. സാധനം നല്ല ഗുമ്മായിട്ടുണ്ട് സാധനം. ഓഫ്, ഈ റൈസും ഈ പ്രോൺസും ഉണ്ടോ, പ്രോൺസ് കറക്റ്റ് ആ ഒരു ബിരിയാണിയുടെ പക്ക സാധനം. അതെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ. മസാലയും അതുപോലെ റൈസും എല്ലാം കൂട്ടി വെച്ചിട്ട് നമുക്കങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പം സലാഡും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്ന് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത്രയും ബിരിയാണി ഉണ്ടാക്കി നമുക്ക് അതുകൂടെ വെക്കാൻ പറ്റില്ലേ. അതുകൊണ്ടല്ല,
എനിക്ക് അത്രയ്ക്ക് സലാഡ് കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബിരിയാണി തന്നെ കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ അച്ചാറും ഇതൊന്നും കൂട്ടി കഴിക്കുന്നതിലും എനിക്കിഷ്ടം ഇത് തന്നെയാണ്. അപ്പം പൊതുവെ അതൊക്കെ കൂട്ടി കഴിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കയറി അതന്നെ ആ ഒരു ബിരിയാണിയുടെ ഫീൽ അങ്ങോട്ട് പോകും. ഇപ്പം എന്താ പറയുക, നോർമലി നമ്മളൊരു സാധനം സോസിൽ മുക്കി കഴിക്കുന്നതിനെക്കാട്ടിലും ആ സാധനം റോ ആയിട്ട് അത് തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത ഫീലാണ്. ഓ പ്രോൺസ് ഉണ്ടല്ലോ, പ്രോൺസ് വേറെ ലെവലാട്ടോ. അങ്ങനെ റൈസിലേക്ക് വെച്ചിട്ട് കിടിലൻ ബിരിയാണി കേട്ടോ. അടിപൊളി അല്ലേ? എനിക്ക് തോന്നി ആ ടേസ്റ്റ് പൊളിയായിരിക്കും. സാധനം അടിപൊളി. എന്താ പറയുക, പക്ക പ്രോൺസിൻ്റെയൊക്കെ ഫീല് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ആ താടിയിലൊക്കെ ഇരിക്കുന്നിട്ട് താടിയിൽ. അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. പിന്നെ വേറെന്താ നീ എന്താ പറഞ്ഞത്? നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇൻസ്റ്റാഗ്രാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ അപ്ഡേഷൻസ്, സ്ഥലത്തിനെ കുറിച്ചും ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ച് ഇടുന്നതാണ്. ഫോട്ടോസ് എല്ലാം ഇടുന്നതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം ഒന്നുകൂടെ ഒന്ന് ഓണാക്കി കൊണ്ടുവരണം. അപ്പോൾ എല്ലാവരും കയറി നോക്കി ഹിൽടോപ്പ് കിച്ചൺ എന്ന് തന്നെയാണ്. ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല കിടിലൻ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അപ്ഡേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്. അടിപൊളി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതാക്കാം. നമ്മുടെ എല്ലാം ഫ്രൈഡ് ഒനിയനും എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ ഞാൻ കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോകും. കമൻറ്റ് പറയരുത്. അത്രയ്ക്ക് ആസ്വദിച്ച് കഴിക്കുക. അതെ അതെ, കൊതി വരുന്നില്ലേ? പിന്നെ ഞാനിത് കറക്റ്റ് മുമ്പിൽ കൊണ്ട് അടുപ്പിച്ച് വെച്ചേക്കുവാടേ.